നമ്മൾ കുഞ്ഞു മക്കളെ കണ്ടിട്ടുണ്ടോ? അതായത് കുഞ്ഞുമക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7 വയസ്സ് അല്ലെങ്കിൽ ഒരു 10 വയസ്സ് താഴെയുള്ള മക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ മനസ്സിലൊരു കള്ളവും ഇല്ല. കുഞ്ഞു മനസ്സിൽ കള്ളമില്ല എന്ന് കേട്ടിട്ടില്ലേ? അവരെ കണ്ട് നമ്മൾ വളരണ്ട അല്ലേ? അവരിൽ നിന്ന് ഒത്തിരി പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മളതൊക്കെ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ജീവിതം വിജയിക്കും. അവർ കളിക്കുന്നുണ്ടോ? അവർ ആ നിമിഷത്തിൽ അവർ ജീവിക്കുന്നത്, അല്ലാണ്ട് അവർ ഭൂതത്തിലോ ഭാവിയിലോ ഒന്നുമല്ല ജീവിക്കുന്നത്. അവരപ്പം കൈ കിട്ടുന്ന സാധനങ്ങൾ ഒന്നെങ്കിൽ ആൺപിള്ളേരാണെങ്കിൽ പൊട്ടിച്ചതിനകത്തുള്ള സാധനം എടുക്കാൻ ശ്രമിക്കും. പെൺപിള്ളേരാണെങ്കിൽ എന്തെങ്കിലും പാവ ഉണ്ടാക്കുവോ സാരി ഉടുക്കുവോ, അച്ഛനും അമ്മയും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ ഇല്ലേ. പെൺപിള്ളേർ അമ്മേനെ കണ്ടൊക്കെ സാരി ഉടുക്കുവോ, ഒരു പുസ്തകവും പിടിച്ചോണ്ട് നടക്കുവോ, അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ കഞ്ഞിയും കറിയും വെക്കലോ, പാവേനെ കുളിപ്പിക്കല്, പാവേനെ ഉറക്കല്, ഇങ്ങനെയൊക്കെ ആയിട്ട് പെൺപിള്ളേർ നടക്കും. ആൺപിള്ളേരാണെങ്കിലോ ഏതെങ്കിലും തോക്ക് പിടിച്ചോണ്ട് നടക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി ഓടിച്ചോണ്ട് നടക്കും, അല്ലെങ്കിൽ ഒരു കമ്പെങ്കിലും പിടിച്ച് വണ്ടി ഓടിച്ചോണ്ട് നടക്കും. പണ്ടത്തെ പിള്ളേരാട്ടോ കപ്പയൊക്കെ ഈ കമ്പൊക്കെ പിടിച്ച് വണ്ടി ഓടിക്കണം. ഇപ്പോഴത്തെ പിള്ളേർ വലിയ എന്താ പറയുക JCB അങ്ങനെയൊക്കെ വലിയ വലിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് അല്ലേ, അങ്ങനെയുള്ള കളിപ്പാട്ടങ്ങളൊക്കെ അല്ലേ ഉപയോഗിക്കണേ. ആ നിമിഷത്തിലാണ് ജീവിക്കുന്നത്. നമ്മളെങ്ങനെയാണ്? നമ്മൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കും, ഭൂതത്തെക്കുറിച്ച് ചിന്തിക്കും. നമ്മൾ അപ്പം ചെയ്യാനുള്ള ഒരു കാര്യവും ചെയ്യാണ്ട് ഈ ചിന്തയും കൊണ്ട് എവിടെയെങ്കിലും കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അത് പിന്നെ പിള്ളേരോട് എന്തെങ്കിലും കാര്യം പറഞ്ഞു നോക്കി, അവർ നമ്മളോട് പിണങ്ങും അല്ലേ പെട്ടെന്ന്. എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും വഴക്കൊക്കെ പറഞ്ഞു എന്ന് വെച്ചു, അല്ലെങ്കിൽ മക്കളെ എന്തെങ്കിലും കളിപ്പാട്ട് എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കാൻ മാറ്റി വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അവർ ഉടനെ ഒന്നെങ്കിൽ അതെടുത്തൊരു ഏറ് വെച്ച് കൊടുക്കും, എന്നിട്ട് അവർ കരഞ്ഞുകൊണ്ട് പോയി കട്ടിലേക്ക് കമന്ന് കിടക്കും ഇല്ലേ. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അവർ വന്ന് വീണ്ടും നമ്മുടെ അടുത്ത് വന്നിരുന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യവും പറഞ്ഞ് നമ്മളോട് വർത്താനമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് നമ്മളോട് കൂട്ടുകൂടും ഇല്ലേ. നമ്മളപ്പോൾ വിചാരിക്കും, ഈ ഇവരെന്നെ ഇങ്ങനെ പെരുമാറണേ, ഇവരെന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ അമ്മമാർക്കും ഒക്കെ തോന്നും, അച്ഛന്മാർക്കും ഒക്കെ അല്ലേ. അപ്പോൾ ഈ കൊച്ചെന്നെ ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ പറയണേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അതുങ്ങളൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അതുങ്ങളത് മറന്നു പോകും. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴക്കോ പിണക്കോ ഉണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ ജീവിതകാലം മുഴുവൻ അത് വൈരാഗ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കും. എപ്പോഴാണ് തിരിച്ചു കൊടുക്കേണ്ടത് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ഇല്ലേ. അതിന് പ്രതികാരം ചെയ്യുക എന്നാണ് നമ്മുടെ മനസ്സിലെ ഉദ്ദേശം. എപ്പോഴാണ് നമുക്ക് ഏതെങ്കിലും സമയം തക്കം കിട്ടാൻ നോക്കി നമ്മളിരിക്കും അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുഞ്ഞുങ്ങളെന്നാ എന്ത് കാര്യം ചെയ്ത് നോ പറയാൻ പിള്ളേരെ ഒരു കാര്യം നമ്മൾ എടുത്തിട്ടുണ്ട്, അപ്പം അവർ നോ പറയും, നമ്മളോട് എടുക്കരുതെന്ന് പറയും ഇല്ലേ. അങ്ങനെ നോ പറയാൻ പിള്ളേർക്ക് നല്ല വശം അല്ലേ, അവർ അത് അങ്ങനെയും ചെയ്യും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ മേലാത്തൊരു കാര്യമുണ്ട്, കള്ളം പറയാൻ അവർക്കറിയത്തില്ല അല്ലേ. കള്ളം ഇല്ലാന്ന് തന്നെ നമ്മൾ പണ്ട് നമ്മൾ ചുമ്മാ ഒരു തമാശയ്ക്കാണെങ്കിലും കാര്യമായിട്ടാണെങ്കിലും ഒരു പറയില്ലേ, പിരിവാരൊക്കെ വരുമ്പം അച്ഛൻ അമ്മയൊക്കെ പറയില്ലേ, വീട്ടിലെ അച്ഛനും അമ്മയും ഇല്ലാന്ന് പറഞ്ഞേക്കാൻ പറയുമ്പോൾ മക്കളെ എന്നിട്ട് അതേപോലെ പറയില്ലേ, വീട്ടിലെ അച്ഛനും അമ്മയും ഇല്ലാന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു എന്ന് പറയണ കേട്ടിട്ടില്ലേ. അവർക്ക് നേരായ വഴി മാത്രമേ നമുക്കാണ് നമ്മൾ ഉള്ളിലെ കള്ളങ്ങളും എന്നാന്ന് പറഞ്ഞാൽ ഇച്ചിരി അസൂയയും കുശുമ്പും ഒക്കെ വെച്ചുകൊണ്ട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളാണ്, അല്ലാണ്ട് മക്കളല്ല. അപ്പം നമുക്ക് അവരെ ആ കാര്യം കണ്ടുപിടിക്കുക അല്ലേ. എന്തിനാ മറ്റുള്ളവരോട് അസൂയയും കുശുമ്പും അല്ലെങ്കിൽ വെറുപ്പും ഈ നുണ പറച്ചിലും ഒക്കെ? നമുക്കുണ്ടെങ്കിൽ കൊടുത്തു, ഇല്ലെങ്കിൽ ഇല്ല. നമുക്കുള്ളത് കൊടുക്കാവുള്ളൂ. നമ്മളെല്ലാവരെയും സഹായിക്കാനൊന്നും നമുക്ക് സാധിക്കില്ലല്ലോ അല്ലേ. അങ്ങനെ നമുക്ക് ചെയ്യാം. അതും നമുക്ക് നമ്മുടെ മക്കളെ കണ്ടുപിടിക്കാവുന്നുള്ളൂ അല്ലേ. പിന്നെ അവരുടെ രീതികൾ എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിന്നും. എന്തെങ്കിലും ഭക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരത് കഴിക്കും. പക്ഷെ അടുത്തിരിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ശക്കലാണെങ്കിലും നുള്ളി പറിച്ച് അവർ കൊടുക്കും. ഒന്ന് കൊടുത്തേന്ന് പറയുമ്പോൾ ഒരു ശക്കല എടുത്താണെങ്കിലും കൊടുക്കും. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണ്ട. കാരണം നമ്മുടെ വീട്ടിലുള്ള എല്ലാം കൂടി എടുത്തു കൊടുക്കുന്ന സ്വഭാവം മക്കൾക്കില്ല. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ മോനോട് പണ്ടൊരു ചിപ്സ് ചോദിച്ചപ്പോഴേ, അവൻ കുഞ്ഞായിരുന്നപ്പോൾ തരാവോ അമ്മയ്ക്ക് തായോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഒരു ചിപ്സ് എടുത്തിട്ട് അതിൻ്റെ ഒടിച്ചിട്ട് ഒരു പകുതി എടുത്ത് ഇങ്ങനെ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഭയങ്കരമായിട്ട് ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കണം. ചിലരുണ്ടല്ലോ വീട്ടിലെ സർവ്വ സാധനങ്ങളും എടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ഒന്നും അല്ലാത്ത രീതിയിൽ ഇരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. മറ്റുള്ളവർ നമ്മളെ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളൊരു പാഠം മക്കളിൽ നിന്ന് നമുക്ക് പഠിക്കാം. കൊടുക്കേണ്ടതിന് അർഹതയുള്ളവർക്ക് മാത്രം കൊടുക്കുക എന്നുള്ള ഒരു ഇതും കൂടെ നമുക്ക് മക്കളിൽ നിന്ന് പഠിക്കാം. മക്കൾ പിന്നെ കാണിക്കുന്നുണ്ട്, ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ മക്കളോട് നമ്മുടെ അടുത്തേക്ക് വരില്ലേ, അമ്മേ ആരെങ്കിലും വന്നു എന്നും പറഞ്ഞോണ്ടേ. നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരെല്ലാവരെയും പേരക്കകത്തേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിരിക്കും. നല്ലവരാണോ ചീത്തയാണോ എന്നൊന്നും അറിയാതെ നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിച്ചുകൊണ്ടിരിക്കും. നമുക്ക് എല്ലാത്തിനും ഒരു പരിധി വെക്കാൻ നമ്മുടെ മക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇല്ലേ. ആരെയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കണം, ആരെയൊക്കെ വേണ്ട എന്ന് അവരകന്ന് നിൽക്കും. മക്കൾ ഓടി വന്ന് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും.
ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ കുഞ്ഞുമക്കളിൽ നിന്ന് കുറച്ച് പാഠങ്ങൾ പഠിക്കാം ഇല്ലേ? നമ്മളത് ചിന്തിച്ചു നോക്കി. ഇനിയുണ്ട് ഒത്തിരി കാര്യങ്ങൾ മക്കളിൽ നിന്ന് പഠിക്കാനുള്ളത്. കുഞ്ഞു പിള്ളേരിൽ നിന്ന് അവരുടെ ഒരു കള്ളവും ഇല്ല, ഒരു ചതിയും ഇല്ലാത്ത മക്കളാണ്. അവരിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. പിന്നെ ഒരു കാര്യം എന്നാണെന്നറിയാമോ? മക്കൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിനകത്ത് മുഴുകിയിരുന്നായിരിക്കും ചെയ്യുന്നത്. അവരാ ചെയ്യുന്ന കാര്യത്തിൽ ഒരു പാവേനെ എടുത്ത് കുളിപ്പിക്കോ അതിലവർ മുഴുകിയിരുന്ന് അതിലൊരു എന്നാ പറയണേ, വേറെ ഒരു ചിന്തയും ഇല്ലാതെ അതിനകത്ത് ഇരുന്നായിരിക്കും. നമ്മൾ 100 കാര്യങ്ങൾ ഓർത്തോണ്ടായിരിക്കില്ലേ ചെയ്യുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ആൺപിള്ളേരാണെങ്കിൽ ഒരു കളിപ്പാട്ടം എടുത്ത് വണ്ടി ഓടിക്കുക എന്നാണ് ചെയ്തത്. അതിലവർ അവരിൽ ആ ശ്രദ്ധ അതിനകത്തായിരിക്കും. ആ വണ്ടി ഓടിക്കണത് എങ്ങനെ ഓടിക്കുക, അതിൽ കുനിഞ്ഞു നോക്കിയും ഒക്കെ അതെങ്ങനെ പ്രവർത്തിക്കണേന്നൊക്കെ നോക്കിയിട്ട്, തല്ലി പൊട്ടിക്കാനാണെങ്കിൽ അതുപോലെ തന്നെ അവർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അപ്പം അതിൽ നിന്നും നമുക്കൊരു പാഠം പഠിക്കാൻ പറ്റും ഇല്ലേ? കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യമാണ് ചെയ്യുന്നതിൽ അതിലൊരു ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്നതിൽ ശ്രദ്ധയില്ലാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പരാജയം ഉറപ്പാണ് ഇല്ലേ? അപ്പം അതൊന്ന് ചിന്തിക്കുക. പിന്നെ മക്കളെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു പുഞ്ചിരിയോട് കൂടിയല്ലേ അവരിയ്ക്കുകയുള്ളൂ. ഇങ്ങനെ നാണം കുടുങ്ങിയ ഒരു പുഞ്ചിരിയോട് കൂടിയാൽ മക്കളിരിക്കുകയുള്ളൂ. ഈ പെൺപിള്ളേരാണെങ്കിലും ആൺപിള്ളേരാണെങ്കിലും ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കണം. നമുക്കുണ്ടോ? നമ്മൾ ഈ വരിഞ്ഞ് മുറുകി മറ്റുള്ളവരോട് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മറ്റുള്ളവരാണെന്ന് പറഞ്ഞാണ് നമ്മൾ നിൽക്കണേ. എന്തിനാ നമ്മളങ്ങനെ നിൽക്കുന്നത് ഇല്ലേ? നമുക്കൊന്ന് പുഞ്ചിരിച്ചുകൂടെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി? അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മൾക്കൊരു സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ. ഒരാഴ്ച ചെയ്താൽ മതി. ഞാൻ കേട്ടിട്ടുണ്ട് ഈ പിള്ളേരുടെ ബുദ്ധിക്ക് വികാസത്തിന് ഏറ്റവും നല്ലത് ഈ തല്ലി പൊട്ടിച്ച് കളയുന്ന സാധനങ്ങളില്ലേ, പിള്ളേർ പൊട്ടിച്ച് കളയില്ലേ, ആ സാധനങ്ങൾ നമ്മൾ കളയരുതെന്നാണ് പറയണേ. അത് ഒരു കൂട്ടിലിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുക. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ കളിപ്പാട്ടങ്ങൾ എടുത്ത് ഇവർക്ക് കൊടുക്കുക. അപ്പോൾ അവരത് നോക്കുമ്പം എന്നിട്ട് പറയാം, നീ ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ചതെന്നും പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ പിള്ളേരുടെ ബുദ്ധി വികസിക്കും എന്നാണ്. അതായത് കൂട്ടി യോജിപ്പിക്കാൻ ഒരു പ്രായമാകുമ്പോൾ ഒരു 8 വയസ്സോ 7 വയസ്സൊക്കെ ഉള്ളപ്പോൾ അങ്ങ് കൊടുക്കുകയാണെങ്കിൽ ആ പിള്ളേർ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കൂട്ടി യോജിപ്പിക്കും. ഇച്ചിരി പശയൊക്കെ കൊടുത്താൽ കയ്യിലൊക്കെ പറ്റിക്കും, എങ്കിലും അതൊക്കെ കൊടുത്ത് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാൻ പഠിപ്പിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞാൽ പൊട്ടിക്കളഞ്ഞ സാധനങ്ങൾ എടുത്ത് കളയരുതെന്നാണ് പറയണത്. ഈ ജപ്പാൻകാരൊക്കെ അങ്ങനെ കാണിക്കും അവരുടെ ബുദ്ധിക്ക് വേണ്ടിയിട്ട്. അവിടെയൊക്കെ ഭയങ്കര വ്യവസായങ്ങളും ഒക്കെയല്ലേ ഉള്ളത്. അപ്പം അങ്ങനെയൊക്കെ കൂട്ടി യോജിപ്പിക്കാൻ നമ്മൾ അവരെ പഠിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടിട്ട്. അവരുടെ മനഃശാസ്ത്രപരമായിട്ട് പിള്ളേരുടെ ബുദ്ധി വികസിക്കാൻ കാരണമാകുമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ എടുത്തു വെച്ച് കൊടുക്കണം പിള്ളേർക്ക് കേട്ടോ. അതിടയ്ക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ മക്കളെക്കുറിച്ച് പറയാൻ എന്തെല്ലാം ഇല്ലേ, അവരെത്ര പരാജയപ്പെട്ടിട്ടും എണീറ്റ് നടക്കണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ വീണ് എത്ര വീഴ്ച ഉണ്ടായാലും അവിടെ ഞാൻ വീണു പോകുമെന്നും പറഞ്ഞ് അനങ്ങാണ്ടിരിക്കില്ല. അവരവിടുന്ന് എണീറ്റ് നടന്ന് നമുക്കൊരു മാതൃകയാണ്. നമ്മളും ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിലും പരാജയങ്ങൾ വരും, നമ്മൾ വീണു പോകാൻ സാധ്യതയുണ്ട്. അവിടെ ഒന്നും കിടക്കരുത്, നമ്മൾ എണീറ്റ് നടന്നു പോകണം. നമ്മളെ തലയിടിച്ചേക്കാം, നമ്മുടെ എന്നാന്ന് പറയുന്നത് നമ്മളെ മൊത്തം തകർത്ത് കളഞ്ഞേക്കാം. എങ്കിലും നമ്മൾ അതിനകത്തൊരു പോസിറ്റീവ് ഉണ്ട്. എവിടെയെങ്കിലും നമുക്കൊരു കച്ചിത്തുരുമ്പ് പോലെ രക്ഷപ്പെടാനൊരു മാർഗം ഉണ്ടായിരിക്കും. അതുപോലെ നമ്മളവിടെ രക്ഷപ്പെടാൻ ശ്രമിക്കുക. അല്ലാണ്ട് വീണ് കിടന്നിടത്ത് കിടക്കാതിരിക്കുക. അത് മക്കൾ നൽകുന്ന ഒരു പാഠമാണ് നമുക്ക്. ജീവിതത്തിൽ ഇങ്ങനെ എല്ലാവർക്കും വരും പ്രതിസന്ധി എന്ന് പറയുന്നത്. എല്ലാവർക്കും വരും. നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ചിന്തിക്കുക. എല്ലാ പ്രതിസന്ധിയും ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ ചിലർ ജന്മനാ പ്രതിസന്ധിയിൽ വളരുന്നവരുണ്ട്. അതായത് മാതാപിതാക്കൾ ഉണ്ടാക്കി വെച്ച പ്രതിസന്ധി. അതല്ലാത്തതെല്ലാം നമ്മളായിട്ട് നമ്മുടെ ആഡംബരത്തിനും നമ്മുടെ സുഖലോലുപതയ്ക്കും ആർത്തിക്കും വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമാതിരി ആർത്തി കുറച്ചാൽ നമ്മൾ പ്രതിസന്ധി വരില്ല. എന്നിട്ടാണ് നമ്മൾ ദുഃഖിച്ച് നടക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ശരിയാണോ എന്ന്? നമ്മുടെ ആർത്തി തന്നെ അയൽവക്കംകാരൻ ഒരു വണ്ടി മേടിച്ചു ഉടനെ ആർത്തി കയറി, വീട് വെച്ചു അതുപോലെ വീട്. നമുക്ക് സാധിക്കുന്നതേ ചെയ്യാവുള്ളൂ. നമുക്ക് സാധിക്കില്ലാതെ ചെയ്ത ഒത്തിരി വലിയ ആഡംബരത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ദുഃഖത്തിലേക്കാണ് പോകുന്നത്. അതേപോലെ വസ്ത്രം മേടിച്ചു. സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം ആഡംബരമായിട്ട് ജീവിക്കുന്നവരുടെയൊക്കെ വീഡിയോകൾ കണ്ടിട്ട് അതുപോലെ ജീവിക്കാൻ വേണ്ടി ടെൻഷൻ അടിക്കണ എത്രയോ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടെന്നറിയാവോ? അവരുടെ സാഹചര്യം വെച്ച് ചിലപ്പോൾ അവരുടെ ഒരു ബിസിനസ് ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ അത് കണ്ടിട്ട് അതുപോലെ ജീവിക്കാൻ സാധിച്ചില്ല എന്നും പറഞ്ഞ് ദുഃഖിക്കുന്നവർ എത്രയോ പെണ്ണുങ്ങളുണ്ടെന്നറിയാം. എനിക്ക് പറ്റണില്ല, എനിക്കും മേടിക്കാം, എനിക്കും അതുപോലെ ആകാമെന്നും പറഞ്ഞ് വീടിനെ കൊണ്ട് ദാരിദ്ര്യത്തിലെത്തിക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാം. അതൊന്നും യാഥാർത്ഥ്യം ഇല്ല. വെർച്വൽ മീഡിയയിൽ കൂടെ കാണുന്നതൊന്നും യാഥാർത്ഥ്യമായിരിക്കണം എന്നില്ല. നമ്മളത് കണ്ടിട്ട് അതിൻ്റെ പുറകെ പോകാൻ അതിപ്പം നമ്മൾ ഈയാമ്പാറ്റ തീക്കകത്ത് നിന്ന് ചാടും പോലെ ഇരിക്കും നമ്മൾ ഇന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ വീട്ടിലെ സാഹചര്യത്തിലേ നമ്മൾ ജീവിക്കാവുള്ളൂ. നമുക്ക് ഉള്ളത് വെച്ച് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. അതിനാണ് ഞാൻ കുഞ്ഞുമക്കളെ കണ്ട് വളരാൻ പറഞ്ഞത്.
അവരാ ഉള്ളതിൽ വെച്ചാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത്. അവർ സന്തോഷവാന്മാരായിട്ട് ജീവിതത്തിൽ കഴിയും. അല്ലാണ്ട് വേറെ ഒന്നിൻ്റെ പുറകെയോ, ഒരു മീഡിയയുടെ പുറകെയോ, അല്ലെങ്കിൽ ഒരു അയൽവക്കത്തിൻ്റെ പുറകെയോ, സുഹൃത്തുക്കളുടെ പുറകെയോ പോയിട്ട് നമുക്കൊരു പ്രയോജനവും ഇല്ല കേട്ടോ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുക, അതാണ്. ഇങ്ങനെയുള്ള മക്കളെ കണ്ടിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണോ നിങ്ങൾ വിചാരിച്ച് നോക്കി. എന്തോരും പേരാ ദുഃഖിക്കണത്. നമ്മൾ ഒരു 100 പേരെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 80% പേരും ദുഃഖിച്ച് കഴിയണവരാണ്. ഒന്ന് ഏതെങ്കിലും ദാമ്പത്യ പ്രശ്നം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ മക്കളുടെ സ്വഭാവ ദൂഷ്യം, ഭർത്താവിൻ്റെ, ഭാര്യയുടെ, അമ്മമാരുടെ പോര്, അച്ഛന്മാരുടെ എന്ന് വേണ്ട ഒരു സമാധാനവും ഇല്ലാതെ ജീവിക്കുന്നവരെ 80% ആളുകൾ. അപ്പം നമ്മൾ ചിന്തിക്കുക, ഇത് മനസമാധാനക്കേടുണ്ടാക്കുന്നത് നമ്മളാണോ എന്നും കൂടെ ഒരു നിമിഷം ചിന്തിക്കുക. അതിനകത്താണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുക. നമുക്ക് ആരും പറഞ്ഞു തരാനില്ല. നമുക്കൊരു വിദ്യാഭ്യാസവും തരുന്നില്ല നമ്മളെങ്ങനെ രക്ഷപ്പെടണമെന്ന്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നില്ല രക്ഷപ്പെടണം എങ്ങനെയാണെന്ന്. നമ്മുടെ വേറെ ആരും, ഒരു സമൂഹവും നമുക്ക് പറഞ്ഞു തരുന്നില്ല. നമ്മൾ സ്വയം രക്ഷപ്പെട്ടാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങനെ ഈ മറ്റുള്ളവരെ കണ്ട് ജീവിക്കാൻ പോകാതിരിക്കുക. ഒത്തിരി നമ്മുടെ മുമ്പിൽ വരും. കാരണം ആഡംബരം ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ച് ജീവിക്കാനൊക്കെ പറയും. പക്ഷേ സേവിങ് കഴിഞ്ഞിട്ടേ നമ്മൾ അടിച്ചു പൊളിക്കാവുള്ളൂ. നമ്മുടെ മനസ്സമാധാനക്കേടുണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. പലരും പലതും പറയും. അതൊന്നും നമ്മൾ കേട്ട് അതിൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നശിച്ചു പോകും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പറ്റുന്നത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കിയ ശേഷം മാത്രം. ആഡംബരത്തിന് പോകരുത്. വില കൂടിയ വസ്ത്രങ്ങൾ മേടിച്ച് എപ്പോഴും വസ്ത്രങ്ങൾ മേടിക്കണം, ആ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ ഒഴിവാകണം. അത് ഒത്തിരി പൈസ നമ്മുടെ കൊണ്ട് കളയും. അത് നമ്മുടെ വീട്ടിൽ 4 പേരുണ്ട്. ഈ 4 പേർക്ക് നമ്മൾ പുതിയ വസ്ത്രങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നു. ഓർത്തേക്ക് മാസത്തെ ഡ്രസ്സ് മേടിച്ചാൽ നമ്മുടെ അവസ്ഥ എന്നാവുന്നു. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മേടിച്ചാൽ മതി നമ്മൾ. അതുപോലും വേണ്ടാത്തവരുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പൈസ ചിലവാക്കാൻ ശ്രമിക്കുന്ന. പിന്നെ ഫുഡ് ഭയങ്കര 5 സ്റ്റാർ ഹോട്ടലുകളിലും വലിയ സ്ഥലത്തും വല്ലപ്പോഴും ഒഴിക്കുക. വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് അങ്ങനെ പോയി ഫുഡ് കഴിക്കാം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബർത്ത്ഡേയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷം ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഒരു ഫുഡ് കഴിക്കാം. നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന രീതിയിലുള്ള ഫുഡുകൾ പുറത്തു പോയി കഴിക്കാം. വല്ലപ്പോഴും ഒക്കെ നമുക്ക് ആഡംബരമായിട്ട് ഫുഡുകൾ കഴിക്കാം. നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയണമല്ലോ. അല്ലാതെ നമ്മളെ കടക്കണിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ആഡംബരത്തിന് നമ്മൾ പോകാതിരുന്ന നമ്മുടെ കുടുംബം രക്ഷപ്പെടും. നമുക്ക് സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും. പലർക്കും സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കുന്നുണ്ടോ? എന്ത് ദുഃഖം അനുഭവിക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാവോ? നമ്മൾ നിയന്ത്രിക്കണം. നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മക്കളോടും പറഞ്ഞു കൊടുക്കണം. ഇന്ന രീതിയിലാണ് നമ്മുടെ വീട്. അപ്പം മക്കൾ ആഡംബരം കുറയ്ക്കും. അല്ലാണ്ട് എനിക്ക് ബ്രാൻഡഡ് സാധനങ്ങളെ വാങ്ങുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഒരിടത്ത് നമ്മൾ എത്തില്ല. എനിക്ക് അറിയാവുന്നതുണ്ട് ഒരു പെണ്ണ് ബാഗുകൾ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട സമയത്തൊക്കെ ബാഗുകൾ പല സൈസ് മേടിക്കുന്നത്. അതായത് ഈ മാസം ഒരു ബാഗാണ്, അടുത്ത മാസം ഭേദം ചെരുപ്പും ബാഗും ഇങ്ങനെ. അത് എത്ര രൂപയുടെ ബാഗുകളാണ്. നമ്മളൊന്നും ഓർത്തില്ലേ, കുറഞ്ഞത് ഒരു 500 രൂപയുടെ ബാഗ് മേടിക്കുകയാണെങ്കിലും ഒരു 2 മാസം 3 മാസം ഒരു വർഷമാകുമ്പോഴത്തേന് എത്ര രൂപയുടെ ബാഗായി. എന്തിനാന്ന് പോലും അറിയത്തില്ല. ബാഗുകളുടെ ശേഖരമാണ്. പണ്ട് നമ്മൾ സ്റ്റാമ്പൊക്കെ പെറുക്കി ശേഖരിക്കില്ലേ, അതുപോലെ സ്റ്റാമ്പൊക്കെ തീപ്പെട്ടിയുടെ സ്റ്റിക്കർ ഒക്കെ മേടിച്ച് നമ്മൾ പണ്ട് കുഞ്ഞു പ്രായത്തിൽ നമ്മളങ്ങനെ തീപ്പെട്ടിയുടെ ഇതൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കില്ലായിരുന്നു. അതേപോലെ പൈസ കളക്ഷനൊക്കെ ഉള്ള പിള്ളേരൊക്കെ ഉണ്ട്. അതൊക്കെയാണെങ്കിൽ നമുക്ക് സഹിക്കാവുന്ന കേസേ ഉള്ളൂ. ഇങ്ങനെ ഈ വേസ്റ്റ് ആകുന്ന സാധനങ്ങൾ എന്തിനു മേടിച്ച് സൂക്ഷിക്കുന്നതെന്ന് ഓർത്ത് നോക്കി. അതേപോലെ ആഭരണങ്ങൾ ഭയങ്കര വില കൂടിയിട്ട് ഈ എന്നാ പറയണ ഈ ഓർണമെന്റ്സ് ഇങ്ങനത്തെ ആഭരണങ്ങളല്ലേ, ഈ റോൾഡ് ഗോൾഡ് മുത്തുമാലകൾ അങ്ങനെയൊക്കെ അത് 2000-3000 രൂപയുടെയൊക്കെ മേടിച്ച് കൂട്ടുന്നവരുണ്ട്. എന്തിനു മേടിക്കണം? 1-2 മേടിച്ചു. അത് നിർത്താൻ പാടില്ലേ? നമ്മുടെ കയ്യിലെ പൈസ ഇല്ലാതെ പോകുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അങ്ങനെയുള്ള അനാവശ്യ ചിലവുകളൊക്കെ നമ്മൾ നിയന്ത്രിക്കുക. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലാന്ന് വെച്ചാൽ ആ പൈസ നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ നമുക്കൊരു സ്വർണ്ണമാല മേടിക്കാം. ഒരു 1/4 പവൻ്റെ 1/2 പവൻ്റെ 1 ഗ്രാമിൻ്റെ ഒക്കെ മാല മേടിക്കാൻ പറ്റും. ചിന്തിച്ച് നോക്കാം നമ്മൾ ശരിയാണോ? ചുമ്മാ എന്തിനാ വേണ്ട പൈസ കളയുന്നത്? നമുക്കൊരു കമ്മലോ എന്ത് വേണേലും മേടിക്കാം. അങ്ങനെയുള്ള അനാവശ്യ ചിലവുകൾ ഒത്തിരി ഒന്നും നമ്മൾ ചിലവാക്കാതെ ജീവിച്ചു നോക്കി നമുക്ക് സമാധാനം, സന്തോഷം, ഒരു ഐശ്വര്യവും നമ്മുടെ മുഖത്തിനും ശരീരത്തിനും ഒക്കെ ഉണ്ടാകും. ഉറപ്പായ കാര്യമാണ്. നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നേ. അപ്പം നമ്മളെ കുഞ്ഞുമക്കൾ നൽകുന്ന പാഠങ്ങൾ നമ്മൾ കുറച്ചൊക്കെ ഉൾക്കൊള്ളുക കേട്ടോ. അവർ നമുക്കൊരു മാതൃക കാണിച്ചു തരുന്നവരാണ്. അപ്പം അവരെ നമ്മൾ കണ്ടു വളരുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.